morning, students. Today we will continue the chapter reinforced cement concrete works. Reinforced cement concrete works. Today we study types of concrete. Types of concrete. Types of concrete. First, plain cement concrete. Plain cement concrete. That is PCC. PCC. Plain cement concrete. It is a weak mix of cement, fine aggregate, and coarse aggregate. Plain cement concrete is a weak mix of cement, fine aggregate, and coarse aggregate. Okay. It is used for leveling and foundation. It is used for leveling and foundation. Plain cement concrete എന്ന് പറയുന്നത് മണലിന്റെയും സിമന്റിന്റെയും മെറ്റലിന്റെയും അല്ലെങ്കിൽ കോഴ്സ് അഗ്രിഗേറ്റിന്റെയും ഒരു സ്ട്രോങ് കുറഞ്ഞ വീക്കായ ഒരു മിക്സിംഗ് ആണ് ഈ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിൽ വരുന്നത്. ഇത് സാധാരണയായിട്ട് നിലം ഫ്ലോറിങ്ങില് ലെവലിംഗ് നടത്താനും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ നമ്മുടെ ടെൻഷൻ സ്ട്രെസ് വരാത്ത കേസുകളിൽ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് ആണ് PCC എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റീൽ ഉപയോഗിക്കുന്നില്ല. അതേസമയം സിമന്റ്, മണല്, മെറ്റല്, വെള്ളം തുടങ്ങിയവ ഉപയോഗിക്കുന്നു. ഓക്കെ. സെക്കൻഡ് വൺ RCC. RCC റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്. റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്. ഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്. That is RCC. RCC. It is the rich mixture of cement, fine aggregate, coarse aggregate, and steel. Cement, fine aggregate, coarse aggregate, and steel. Okay. It is used for structural element. It is used for structural elements. ഇവിടെ റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റില് അതിന്റെ മിക്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് മിക്സ് ആയിരിക്കും നമ്മുടെ റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റില് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, സിമന്റിന് പുറമെ സ്റ്റീലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റീലും വെള്ളവും ഉപയോഗിക്കുന്നുണ്ട്. ഇത് സാധാരണ സ്ട്രക്ചറൽ എലമെന്റ്സിന് വേണ്ടിയിട്ടാണ് റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് നിർമ്മിക്കുന്നത്. സ്ട്രക്ചറൽ എലമെന്റ്സിന് വേണ്ടിയിട്ടാണ് റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്. ഇത് തന്നെ പല തരങ്ങളിലുണ്ട്. ഒന്ന് ഓർഡിനറി RCC, മറ്റൊന്ന് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയും. ഒന്ന് ഓർഡിനറി RCCയും ഒന്ന് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റും. ഓർഡിനറി RCC എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വീടുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിനെയാണ് നമ്മൾ ഓർഡിനറി RCC എന്ന് പറയാം. ഓർഡിനറി RCCയില് എന്താണ് ചെയ്തത്? യൂസ്ഡ് ഫോർ ജനറൽ വർക്ക്സ് ലൈക്ക് ലിൻഡൽസ്, കോളംസ്, ബീംസ്, sunshades, slabs, etc. Is used for columns, beams, lintels, sunshades, slabs, etc. Having the strength between 20 Newton per mm square to 35 Newton per mm square. ഇതിന്റെ സ്ട്രെങ്ത് വരുന്നത് റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 20 ന്യൂട്ടൺ മില്ലിമീറ്റർ സ്ക്വയറും 1 മില്ലിമീറ്ററിൽ
മില്ലിമീറ്റർ സ്ക്വയറിൽ 20 ന്യൂട്ടൺ വരെ ഫോഴ്സ് മുതൽ 1 മില്ലിമീറ്റർ സ്ക്വയറിൽ 35 ന്യൂട്ടൺ വരെ ഫോഴ്സ് വരുന്ന അത്രയും ഫോഴ്സുകൾ വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മുടെ RCC ഉപയോഗിക്കുന്നത്. 20 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന്റെയും 35 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന്റെയും ഇടയ്ക്കുള്ള ലോഡ് വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മുടെ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത്. ഓർഡിനറി റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കോൺക്രീറ്റ് മിക്സ് എന്ന് പറയുന്നത് ഇവിടെ M22 M35 M22 M35 ആണ് നമ്മുടെ കോൺക്രീറ്റ് മിക്സ്. ഇവിടെ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സ് എന്നത് M22 M35. ഇതിനിടയിലാണ് ഓർഡിനറി RCC നമ്മൾ കോൺക്രീറ്റ് മിക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, the steel used in ordinary RCC are ordinary steel available in open market like mild steel and Tor steel and mild steel. The Fe 250 to Fe 550 French. Ordinary steel or Tor steel ranging from Fe 250 to Fe 550. അതായത് നമ്മുടെ ഓർഡിനറി റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ മൈൽഡ് സ്റ്റീൽ അഥവാ ടോർ സ്റ്റീൽ ആണെങ്കിലും അത് നമുക്ക് എല്ലാ ഓപ്പൺ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്ന സ്റ്റീലുകളാണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് Fe 250 മുതൽ Fe 550 വരെയുള്ള റേഞ്ചിലുള്ള സ്റ്റീലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓർഡിനറി മൈൽഡ് സ്റ്റീൽ ആവാം, ടോർ സ്റ്റീൽ ആയ സ്റ്റീലുകളാണ് ഓർഡിനറി RCCയിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, പ്രീ സ്ട്രെസ്ഡ് concrete. It is a special type of concrete having very high strength and specially manufactured steels are used. Okay. It is used for long span and heavy loading. It is used for long span and heavy loading. The strength of concrete ranges from 35 Newton millimeter square to 100 Newton millimeter square. The strength of concrete ranges from 35 Newton per millimeter square to 100 Newton per millimeter square. That is, the mix is 35 M35 to M100. The mix is usually M35 to M100. Okay. The steel used are very high tensile strength. The steel used are very high tensile strength. That is 1250 Newton per mm square. 1250 Newton per mm square. Okay. And available in different forms like cables, tendons, strands. Cables, tendons and strands. Okay. അതായത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് നമ്മൾ സ്റ്റീലിന് ആദ്യം സ്ട്രെസ് കൊടുക്കും. ഫ്രീ ആയിട്ട് അതിന് സ്ട്രെസ് കൊടുക്കും. അതിന് വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അതിന് കോൺക്രീറ്റിന്റെ ഇതിപ്പോ കോൺക്രീറ്റ് ആണെങ്കിൽ ഈ കോൺക്രീറ്റിന് ഇവിടെ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ സ്റ്റീലിനുള്ളിലൂടെ കൊടുത്തിട്ട് സ്റ്റീൽ നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് രണ്ട് ഭാഗത്തേയും വലിച്ച് അതിന് സ്ട്രെസ് കൊടുത്തു. അത് എത്രമാത്രം മാക്സിമം വലിഞ്ഞിരിക്കുന്നു അത്രയും സ്ട്രെസ് കൊടുക്കും. അതായത് ഓർഡിനറി RCCയിൽ
സാധാരണ ഒരു സ്ലാബിൽ ഇങ്ങനെ ഒരു ബെൻഡ് വരാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പോകാനുള്ള സാധ്യത ബീമോ ബെൻഡൊക്കെ സ്ലാബൊക്കെ ആണെങ്കിൽ അതിനിങ്ങനെ ഇങ്ങനെ വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്റ്റീലിന്റെ ഈ ടെൻസൈൽ സ്ട്രെങ്ത് മാക്സിമം ആദ്യം കൊടുത്തില്ല എങ്ങനെ എടുത്തിട്ടില്ല, അത് ബെൻഡാക്കില്ല, അത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ സ്റ്റീലിന് ഉപയോഗിക്കുന്ന സ്റ്റീലിന് എന്ത് കൊടുക്കും? സ്ട്രെസ് കൊടുക്കും. അതിനാണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ആ സ്ട്രെസ് കൊടുത്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മള് ആദ്യം സ്ട്രെസ് കൊടുത്തിട്ട് ചെയ്ത കോൺക്രീറ്റ് ഉണ്ട്, കോൺക്രീറ്റ് കഴിഞ്ഞ് അതിന്റെ സെറ്റിംഗ് കഴിഞ്ഞിട്ട് സ്ട്രെസ് കൊടുക്കുന്ന കോൺക്രീറ്റ് ഉണ്ട്. രണ്ട് തരത്തിലുണ്ട്, പോസ്റ്റ് സ്ട്രെസ് അതിന്റെ പ്രീ സ്ട്രെസ്ഡും ഉണ്ട്. അപ്പൊ അതിൽ നമ്മള് പ്രീ സ്ട്രെസ്ഡ് ആണെങ്കിൽ നമ്മുടെ പാലം അതുപോലെ വലിയ റെയിൽപാലത്തിന്റെ വിവരണ പോലെയുള്ള പാലങ്ങൾക്കൊക്കെ വലിയ സ്പാനാണ് വേണ്ടത്. വലിയ സ്പാനൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഉപയോഗിക്കാം. അപ്പൊ കോൺക്രീറ്റ് അത് അവിടെ വെച്ച് തന്നെ ചെയ്യുന്നത് ഉണ്ട്. വലിയ കമ്പനികളിൽ നിന്ന് പ്രീ സ്ട്രെസ് ചെയ്ത് കോൺക്രീറ്റ് ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കമ്പനികളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഹെവി ലോഡുള്ള സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പ്രയാസമുണ്ട്. അത് എന്ത് ചെയ്യും? സ്ഥലത്ത് വെച്ച് പ്രീ സ്ട്രെസ് ചെയ്യുന്നു, പിന്നെ പോസ്റ്റസ് ചെയ്യുന്നുണ്ട്. സ്ലാബൊക്കെ വാർത്ത് കഴിഞ്ഞിട്ട് അതിന് കമ്പി വലിച്ചിട്ട് അതിന്റെ സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടു തരത്തില് എന്തുണ്ട്? നമ്മുടെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഇതിനെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെല്ലാം ഒരുപാട് വീഡിയോസ് ഉണ്ട്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റും ഒക്കെ ആയിട്ടുള്ള RCC എല്ലാം തന്നെ നമ്മുടെ യൂട്യൂബുകളിൽ വിവിധ ചാനലുകളിലായിട്ട് അതിന്റെ അനിമേഷൻ വീഡിയോ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് മിക്സ് പ്രൊപ്പോർഷനിങ്. മിക്സ് പ്രൊപ്പോർഷൻ നമ്മുടെ കോൺക്രീറ്റിന്റെ മിക്സിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണോ? The concrete is proportioned by two methods. രണ്ട് മെത്തേഡിലാണ് കോൺക്രീറ്റിന്റെ പ്രൊപ്പോർഷൻ നടത്തുക. One is volume batching. Second one is weight batching. Volume batching and weight batching. First one is volume batching. Second one is weight batching. ഇങ്ങനെ രണ്ട് തരത്തിലാണ്. ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മുടെ കോൺക്രീറ്റ് മിക്സ് ഉണ്ട്. ഒന്ന് വെയിറ്റ് ബാച്ചിങ്ങും ഒന്ന് വോളിയം ബാച്ചിങ്ങും. അപ്പൊ എന്താണ് വോളിയം ബാച്ചിങ്? വോളിയം ബാച്ചിങ് മെഷർമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ വോളിയം ഓഫ് ദ ഇൻഗ്രീഡിയൻസ്. നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ വോളിയം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അതേസമയം വെയിറ്റ് ബാച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? മെറ്റീരിയൽസ് മിക്സ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് വെയിറ്റ്. നമ്മള് തൂക്കിയിട്ട് അതിന്റെ കിലോഗ്രാം എത്രയാണ് ആ കിലോഗ്രാം ഓരോ ഇത്ര റേഷ്യോയില് നമ്മൾ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ തൂക്കിയിട്ട് മിക്സ് ചെയ്യുന്നത് വെയിറ്റ് കൊണ്ട് അളന്ന് വെയിറ്റ് വെച്ചിട്ട് മിക്സ് ചെയ്തതിന് വെയിറ്റ് ബാച്ചിങ് എന്ന് പറയും. നമ്മള് പെട്ടികളിലൊക്കെ അളന്ന് അല്ലെങ്കിൽ ചട്ടികളിലൊക്കെ അളന്ന് മിക്സ് ചെയ്യുന്നതിനാണ് വോളിയം ബാച്ചിങ് എന്ന് പറയും. വോളിയം ബാച്ചിങ്ങും വെയിറ്റ് ബാച്ചിങ് രണ്ട് തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? മിക്സിങ് ബാച്ചിങ് മിക്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതിന്റെ ഒരു ടേബിൾ നിങ്ങൾ ഈ വീഡിയോ കാണാം. ആ ടേബിള് നമ്മൾ കണ്ട് മനസ്സിലാക്കുക. മിക്സിന്റെ മൊത്തം ഒരു സ്റ്റാൻഡേർഡ് ടേബിള് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ. Next, functions of concrete and steel in RCC. Functions of concrete and steel. Functions of concrete and steel in RCC. Function of concrete and steel in RCC. The two major ingredients of RCC are
concrete and steel. The two major ingredients of RCC are concrete and steel. Okay. Concrete is a material capable of resisting high compressive stress. Concrete is a material capable of resisting high compressive stress, but very weak in tension. കോൺക്രീറ്റിന് കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലാണ്, പക്ഷേ ടെൻഷൻ സ്ട്രെസ് താങ്ങാനുള്ള കഴിവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ RCC സ്ട്രക്ചേഴ്സിൽ നമ്മുടെ ഒരു സ്ലാബ് ആണെങ്കിൽ, ഒരു ലെൻഡിലൊക്കെ ആണെങ്കിൽ, നമ്മുടെ ഇതിപ്പോ ഒരു സ്ലാബിന്റെ ചെരിച്ച കഷ്ണമാണെങ്കിൽ ഇവിടെ നമ്മള് ഇതില് നമ്മുടെ സ്റ്റീൽ അടിഭാഗത്തായിട്ടാണ് ഉപയോഗിക്കുക, മുകളിലല്ല. ഇവിടെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ടെൻസൈൽ സ്ട്രെസ് വരുന്നത്. അതുകൊണ്ട് സ്റ്റീലുകൾ നമ്മൾ കൂടുതലായിട്ടും താഴെ ഭാഗത്തായിട്ടാണ് ഉപയോഗിക്കുന്നത്, മുകൾ ഭാഗത്തേക്കല്ല ഉപയോഗിക്കുന്നത്. മുകളിലല്ല, താഴെയായിട്ടാണ് സ്ലാബിലെല്ലാം സ്റ്റീലുകൾ ഉപയോഗിക്കുന്നത്. Hence, in RCC structures, concrete is provided in areas of compressive stress. Concrete is provided in areas of compressive stress, but steels are used or provided in areas of both compression and tension. Okay. The other properties of concrete and steel, like shear, coefficient of expansion, and bond, are mutually agreeable. അതായത് കോൺക്രീറ്റും സ്റ്റീലും മറ്റു ഷിയർ സ്ട്രെസിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതിന്റെ ബോണ്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനാണെങ്കിലും ശരി, ഇതെല്ലാം മ്യൂച്വലി എഗ്രിയബിൾ ആണ്. അതെല്ലാം ഒന്നിനൊന്ന് പൊരുത്തപ്പെടുന്നതാണ്. കോൺക്രീറ്റിന്റെ സ്റ്റീലിന്റെ ഈ 3 ക്യാരക്ടറും പൊരുത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മള് എന്ത് ചെയ്യുന്നു, കോൺക്രീറ്റില് സ്റ്റീല് എന്തായിട്ട് ഉപയോഗിക്കുന്നത്, റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട്